നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് കൊച്ചിയിൽ ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കും. സംഘടനയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള നിർമ്മാതാവ് സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാന്ദ്ര തോമസിന്റെ അപേക്ഷ സബ് കോടതി നേരത്തെ തള്ളിയിരുന്നു. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ട കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. രാവിലെ 11 മണിക്ക് YMCAയിലാണ് യോഗം നടക്കുക. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിനെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടാതെ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ മറികടക്കുന്നതിനുള്ള തന്ത്രങ്ങളും യോഗം ആവിഷ്കരിക്കും. ആലപ്പുഴ എക്സ്പ്രസിൽ നിന്നും വേർപെടുത്തിയ കോച്ചിൽ സ്ത്രീ മരിച്ച നിലയിൽ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കോച്ചിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. 50 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹത്തിന് 7 ദിവസത്തോളം പഴക്കമുണ്ട്. പുഴു വരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. അറ്റകുറ്റപ്പണികൾക്കായാണ് കോച്ച് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിലേക്ക് മാറ്റിയത്. കോച്ചിലെ ഫാൻ തകരാറിലായിരുന്നു. ഇതേ തുടർന്ന് 10 ദിവസത്തിലേറെയായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കോച്ചിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെയാണ് പരിശോധന നടത്തിയത്. റെയിൽവേ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധിക്കുകയായിരുന്നു. ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീ ഭിക്ഷാടകയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്ത്രീ കോച്ചിനടുത്തേക്ക് നടക്കുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. മരണത്തിനിടയാക്കിയ സാഹചര്യം അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ. പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. ആലുവയിലെ വീട്ടിൽ പെൺകുട്ടി എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്ത ശേഷം റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കും. ഇവർക്ക് പുറമെ റമീസിന്റെ സുഹൃത്തും കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ പോലീസ് നിയമോപദേശം തേടിവരികയാണ്. കേസ് NIA അന്വേഷിക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. രാഹുലിന്റെ അറിവോടെയല്ല, ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ ധാരണ. താൻ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി പിൻവലിക്കും. പൂനെ കോടതിയിലാണ് ജീവന് ഭീഷണി എന്ന ഹർജി നൽകിയത്. രാഹുലിന്റെ അറിവോടെയല്ല അഭിഭാഷകൻ ഹർജി നൽകിയതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഹർജിക്കെതിരെ BJP പരിഹാസം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഹർജി പിൻവലിക്കാനുള്ള തീരുമാനവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്.